ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റാഗി ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നും ഒരേ രീതിയിൽ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള റാഗി വിഭവങ്ങൾ കൂടി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ റാഗി ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിലാണ് കേട്ടോ റാഗി ഉള്ളത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം ഇഡ്ഡലി അരിയും കൂടിയാണ്. ഇഡ്ഡലി അരി അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇഡ്ഡലി അരി കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇച്ചിരി ഇങ്ങനെ ഉരുണ്ടിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇഡ്ഡലി ദോശ തയ്യാറാക്കുന്ന റെസിപ്പിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി അരി എങ്ങനെ കിട്ടുമെന്ന്. ഇഡ്ഡലി അരി മിക്കവാറും സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അരിക്ക് പകരം നമുക്ക് പച്ചരി വേണമെന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് ഇഡ്ഡലി അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും നമ്മൾ ഈ ഒരു അരി ഉപയോഗിക്കുമ്പോഴത്തേക്കും. കൂടെ പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ ഉഴുന്ന് എടുത്തിട്ടില്ല. അതിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിലാണ് കേട്ടോ ഉഴുന്ന് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നിറയെ വേണമെന്നില്ല. ആ ഉഴുന്നും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ റാഗിയിൽ അത്യാവശ്യം നല്ലതുപോലെ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് 2-3 വെള്ളത്തിൽ. ഒരു തവണ കഴുകിയപ്പോൾ തന്നെ ഇത്രയും പൊടിയും അഴുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2-3 വെള്ളത്തിലും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ ഒരു 3-4 വെള്ളത്തിൽ നമ്മുടെ റാഗിയും ഉഴുന്നും അരിയെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അതായത് 2-3 മണിക്കൂർ വെച്ചിട്ട് നമ്മളങ്ങനെ അരയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. മാക്സിമം ഒരു 5-6 മണിക്കൂർ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതായത് രാവിലെ നമ്മളിപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ നമുക്കൊന്ന് അരച്ച് വെക്കാം. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. നമ്മുടെ റാഗി ഉഴുന്നും എല്ലാം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് റാഗി എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ 3-4 തവണ കഴുകി വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നേരെ തന്നെ ഈ വെള്ളം കുറച്ചൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതലുള്ളതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു പകുതിയായിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. പകുതിയോളം അളവ് ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരല്പം ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ മാത്രം ഇതുപോലെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ല എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് മാവ് നന്നായിട്ടൊന്ന് ചൂടായി പോകും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടാനും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് ചൂടാകില്ല. അതല്ല നമ്മളിപ്പോൾ ഗ്രൈൻഡറിലാണ് ഇതിപ്പോൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം വന്നിട്ട് നമ്മൾ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ റാഗിയും ഉഴുന്നൊക്കെ കുതിർത്തെടുത്ത ആ ഒരു വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അധികം ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റാഗിയും ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ റാഗിയും അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാവാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഈ ഒരു സമയം ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മാവൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതായത് രാത്രിയിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 8 മണിക്കൂർ അടച്ച് വെക്കാം. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. അതല്ല നല്ല ചൂട് ഉള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് പുളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ചു വെക്കാം. നമ്മുടെ ഈ മാവ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പുളിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ മാവെല്ലാം ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒട്ടും സമയം താമസിക്കേണ്ട, വേഗം തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കട്ടി തന്നെ ഉണ്ടാവണം കേട്ടോ. ദോശയ്ക്കാണ് നമ്മൾ ഈ ഒരു സെയിം മാവിൽ തന്നെ നമുക്ക് ദോശയും തയ്യാറാക്കാവുന്നതാണ്. ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ദോശ പരത്തിയെടുത്താൽ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് ഇത്രയും കട്ടി തന്നെ ഉണ്ടാവണം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിന് മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മാവ് നിറച്ച് ഇഡ്ഡലി തട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഇഡ്ഡലി എല്ലാം ഒന്ന് ആവിയിൽ ഇങ്ങനെ വേകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം പച്ച വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ആ ഒരു നല്ല തിളയ്ക്കുന്ന ആ ഒരു ചൂട് മാറിയിട്ട് ചെറിയ ഒരു ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമ്മിറ്റ് ചെയ്ത് തട്ടി കൊടുത്തിട്ട് നമുക്കിതിന് മുകളിൽ നമ്മൾ ഇട്ടിരുന്ന ആ ഒരു കോട്ടൺ തുണി പതുക്കെ ഒന്ന് എടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ ആ കോട്ടൺ തുണിയിലേക്ക് ഒന്നും തന്നെ ഇത് ഒട്ടി പിടിക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ റാഗി ഇഡ്ഡലി നമുക്കിത് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, എന്ത് കറി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ എടുക്കാം, ചട്നി, ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്നും നമ്മൾ ഒരേപോലെ അരിയും ഉഴുന്നും കൊണ്ടുള്ള ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇതുപോലെ ഇഡ്ഡലി കൂടി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ദോശയാണെന്നുണ്ടെങ്കിൽ ദോശയും ഇതേ സെയിം മാവിൽ തയ്യാറാക്കാവുന്നതാണ്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.